പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൻ്റെ ICUവിന് മുൻപിലായി എല്ലാവരും അക്ഷമയോടെ കാത്തു നിൽക്കുകയായിരുന്നു. എന്തോ ചോദ്യങ്ങൾ ചോദിച്ച നേഴ്സിന് അതിനുള്ള മറുപടികൾ നൽകി മാത്യുവിനും ഹരിദാസിനും അരികിലേക്ക് നിഖിൽ വന്നു. അപ്പച്ച, അങ്കിള് കുറേ നേരമായില്ലേ ഒരേ നിൽപ്പ് തന്നെ, ചെയറിൽ പോയി ഇരിക്കെ. ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞിട്ട് ഡോക്ടർ വരും, എന്നിട്ട് സംസാരിക്കാമെന്നാ പറഞ്ഞത്. ഹരിദാസും മാത്യുവും പരസ്പരം ഒന്ന് നോക്കി. അപ്പുറമുള്ള ചെയറിൽ പോയിരുന്നു. രാധികയ്ക്ക് അടുത്തായാണ് ഹരിദാസ് ഇരുന്നത്. ഇതിപ്പോ പെട്ടെന്ന് എന്ത് പറ്റിയതാ ദാസേട്ടാ? അറിയില്ലടോ, രാത്രി കിടക്കുന്നത് വരെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എന്നാ പറയുന്നത്. പുലർച്ചെയായപ്പോൾ സഹായത്തിന് നിൽക്കുന്ന ചേട്ടൻ വിളിച്ചു പറഞ്ഞു നെഞ്ചുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണെന്ന്. നിഖിലിൻ്റെ വല്യമ്മച്ചിക്ക് നെഞ്ചുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതായിരുന്നു. വിവരം അറിയിച്ചതിനെ തുടർന്ന് ഹരിദാസും ദർശനും രാധികയുമെല്ലാം എത്തിയിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞതും ഡോക്ടർ എത്തി. നിഖിലും ഹരിദാസും കൂടി ഡോക്ടറിനെ കാണുവാൻ കയറി. മൈനർ അറ്റാക്കായിരുന്നു, പേടിക്കാനൊന്നുമില്ലാന്നാ ഡോക്ടർ പറഞ്ഞത്. എന്നാലും ഇന്നൊരു ദിവസം ICUവിൽ തന്നെ കിടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ചു നേരം കഴിയുമ്പോൾ 1-2 പേർക്ക് കയറി കാണാമെന്നും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതുപോലെ തന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ICUവിലെ നേഴ്സ് വന്ന് 2 പേരോടായി പോയി കണ്ടോളാൻ പറഞ്ഞു. പിറ്റേ ദിവസം റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞെങ്കിലും അതിൻ്റെ അടുത്ത ദിവസമാണ് റൂമിലേക്ക് മാറ്റിയത്. വല്യമ്മച്ചിയെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ 1-2 പേരായി വന്ന് കണ്ടിട്ട് പോയിക്കൊണ്ടേയിരുന്നു. ആമി, ക്യാബിനകത്തേക്ക് കയറി വന്നുകൊണ്ട് ശ്രുതി വിളിക്കുന്നത് കേട്ട് ആമിയും സ്വാതിയും ഒരുമിച്ച് തിരിഞ്ഞു നോക്കി. നീ എന്താ ഇന്ന് ഞങ്ങൾക്കൊപ്പം വരാതിരുന്നത്? ചിരിയോടെ അകത്തേക്ക് വരുന്ന ശ്രുതിയെ നോക്കി ആമി ചോദിച്ചു. അപ്പോഴാണ് അവൾ ശ്രുതിക്ക് പുറകെ നിൽക്കുന്ന കൃഷ്ണനെ കണ്ടത്. ഏറെ പരിചിതനായ ഒരാളെ പോലെ ആ യുവാവ് പുഞ്ചിരിച്ചപ്പോൾ ആമിക്കും സ്വാതിക്കും തിരിച്ചൊരു പുഞ്ചിരി കൊടുക്കാതിരിക്കാനായില്ല. ഇവനെ വിളിക്കാൻ പോയതുകൊണ്ടാ ഞാൻ നിങ്ങളുടെ ഒപ്പം വരാതിരുന്നത്. അല്ല, കാർത്തുയേച്ചി ഇന്നുകൂടി ലീവാണോ? ഇന്ന് വല്യമ്മച്ചിയെ ഡിസ്ചാർജ് ആക്കും. അപ്പോൾ ഉണ്ണിയച്ഛനെയും കൂട്ടി പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. കാര്യങ്ങളും സംസാരിക്കണമല്ലോ. ഇതാരാ ശ്രുതി? കൂടെയുള്ള യുവാവിനെ പരിചയപ്പെടുത്താതായപ്പോൾ സ്വാതി തന്നെ അങ്ങോട്ടേക്ക് കയറി ചോദിച്ചു. ഇതാണ് മനു. ഇവൻ ഇന്നലെ എത്തിയതാ. ഒറ്റയ്ക്ക് വന്ന് ജോയിൻ ചെയ്യാൻ ഇവനൊരു മടി. അപ്പോൾ ഞാനും കൂടെ പോന്നു. കഴിഞ്ഞ ആഴ്ചയിലെ ജോയിൻ ചെയ്യേണ്ടിയിരുന്നത്, എന്തു പറ്റി ഇത്രയും വൈകാൻ? അത് നാട്ടിൽ വന്നപ്പോൾ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു സാറിനോട്. ആമി അവനെ നോക്കിയൊന്ന് ചിരിച്ചു. ഇന്നിപ്പോൾ ജോയിൻ ചെയ്യാൻ അച്ഛനും ദർശേട്ടനും ഒന്നുമില്ലല്ലോ, മാത്യു സാറുമില്ല. ഒരാലോചനയോടെ ആമി പറഞ്ഞു. ശ്രുതി പറഞ്ഞിട്ട് ഞാൻ സാറിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അഭിരാമി മാമിനോട് പറഞ്ഞിട്ട് അസിസ്റ്റൻറ്റ് മാനേജറിൻ്റെ അടുത്ത് പോയി സൈൻ ചെയ്ത് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. മാനേജറിൻ്റെ റൂമിലോട്ട് പോയിക്കോ, ഞാൻ ഈ പ്രിൻ്റ് ഔട്ട് ഒന്ന് എടുത്തിട്ട് അങ്ങോട്ടേക്ക് വരാം. കൃഷി കാണിച്ചു തരും അസിസ്റ്റൻറ്റ് മാനേജറിൻ്റെ റൂം. ശരി മാം. അതിരിക്കട്ടെ, എന്നെ ആദ്യം എന്താ വിളിച്ചത്? അയ്യോ സോറി മാം. അത് പിന്നെ ഇവൾ എപ്പോഴും വിളിക്കുമ്പോൾ മാമിൻ്റെ പേര് അങ്ങനെയാ പറയാറ്. ആ ഒരു ഓർമ്മയിൽ ഞാനും വിളിച്ചു പോയതാ. സോറിയൊക്കെ അവിടെ ഇരിക്കട്ടെ, ആദ്യം വിളിച്ചതുപോലെ തന്നെ വിളിച്ചാൽ മതി. കൂടുതൽ ഡെക്കറേഷനൊന്നും വേണ്ട. ആമി അത് പറഞ്ഞതും കൃഷും സ്വാതിയും ശ്രുതിയും എല്ലാം കളിയാക്കുന്നത് പോലെ ചിരിച്ചു. ഇവിടെ അക്കോമഡേഷനൊക്കെ എങ്ങനെയാ? ഇന്നലെ ഞാൻ വന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് തങ്ങിയത്. ഇന്നിപ്പോൾ ഇവൾ പറഞ്ഞു വൈകുന്നേരം അപ്പാർട്ട്മെൻറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു തരാന്ന്. എന്നാ വൈകണ്ട, പോയിക്കോ, ഞാൻ ഇപ്പോൾ തന്നെ വരാം. ശരി മാം. അല്ല സോറി, ശരി ആമി. അവൻ്റെ ആ പറച്ചിൽ കേട്ടിട്ട് ആമിയും ചിരിച്ചു പോയി. ശ്രുതി, മനുവിനെ കണ്ട നമ്മുടെ പ്രായമാണെന്ന് തോന്നുന്നില്ലല്ലോ. മനു അങ്ങ് പോയതും സ്വാതി ചോദിച്ചു. മനു നമ്മളെക്കാൾ മൂത്തതാടാ. +2 കഴിഞ്ഞ് കുറച്ചുനാൾ അവൻ ജോലിക്ക് പോയി. അതുകൊണ്ട് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാൻ വൈകി. അതെന്താ, എന്തെങ്കിലും ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നതാണോ? +2 എക്സാമിൻ്റെ ഇടയ്ക്കായിരുന്നു അവൻ്റെ അച്ഛൻ്റെ മരണം. ഇവനായിരുന്നു വീട്ടിലെ മൂത്ത മോൻ. പഠിപ്പിക്കാനുള്ള സാഹചര്യമൊന്നും അവൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നില്ല. അമ്മാവൻ പറഞ്ഞത് കേട്ട് അവരവനെ ജോലിക്ക് വിട്ടു. പിന്നെ ഇവരുടെ അടുത്തുള്ള ഒരു കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സ് വഴിയാ ഇവനെ പഠിക്കാൻ വേണ്ടിയൊക്കെ പറഞ്ഞു വിട്ടത്. എന്നാലും 3 വർഷത്തോളം അവൻ ജോലിയൊക്കെ ചെയ്തു. കഷ്ടമാ അവൻ്റെ കാര്യം. എന്തുപറ്റി? ഞാനെന്ന് പറഞ്ഞില്ലേ, ഇവൻ ഇങ്ങോട്ടേക്ക് ജോലി നോക്കുന്നത് അവൻ്റെ മുറപ്പെണ്ണിനെ കെട്ടാൻ വേണ്ടിയിട്ടാണെന്ന്. ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. അയ്യോ, വേറെ ആളായിട്ടോ? അതെ, ആദ്യമൊക്കെ ഇവനെ കെട്ടാൻ തന്നെയായിരുന്നു ആ കുട്ടിക്ക് താല്പര്യം. പക്ഷേ കെട്ടാൻ പോകുന്ന പയ്യൻ്റെ ജോലിയും ശമ്പളവും ഒക്കെ അറിഞ്ഞപ്പോൾ പയ്യെ ആ പെണ്ണിൻ്റെ മനസ്സ് മാറി. കഴിഞ്ഞ ആഴ്ചയായിരുന്നു കല്യാണം. അവനാകെ
ഡിപ്രസ്ഡ് ആയിരുന്നു. ഈ ജോലി വേണ്ടെന്നൊക്കെ വെക്കാൻ പോയതാ. പിന്നെ ഞാനാ നിർബന്ധിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വിളിച്ചു വരുത്തിയത്. പാവം അല്ലേടാ. സ്വാതി പറഞ്ഞപ്പോൾ ആമയ്ക്കും പാവം തോന്നി മനുവിനെക്കുറിച്ചോർത്ത്. വീട്ടിലെത്തി മുറിയിൽ ഒന്ന് കിടന്നപ്പോഴാണ് വല്യമ്മച്ചിക്ക് ഒരു സമാധാനം കിട്ടിയത്. മോളിങ് വന്നേ. മുറിയുടെ വാതിലിക്കലായി അവരെ തന്നെ നോക്കി നിന്ന കാർത്തുവിനെ വല്യമ്മച്ചി അടുത്തേക്ക് വിളിച്ചു. മോള് പേടിച്ചു പോയോ? അവൾ തലയൊന്നാട്ടി. പേടിക്കണ്ടാട്ടോ, വല്യമ്മച്ചിക്ക് ചെറിയൊരു നെഞ്ചുവേദന വന്നതല്ലേ. ഉണ്ണി ഒരു ചെയറിട്ട് അവർക്കടുത്തായി വന്നിരുന്നു. ഞാനൊരു കാര്യം കൂടി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്താ ഉണ്ണി? അത് പിന്നെ മോള് പറയുന്നത് കല്യാണം വെച്ച് താമസിപ്പിക്കണ്ടെന്നാണ്. അതെന്താ മോളെ? ഇനിയും വെച്ച് താമസിപ്പിച്ച നിങ്ങളുടെ കല്യാണം കൂടാൻ വല്യമ്മച്ചി ഉണ്ടാവില്ല എന്ന് പേടിച്ചിട്ടാണോ? അയ്യോ, അങ്ങനെയല്ല വല്യമ്മച്ചി. കുറച്ച് ദിവസമായി എന്നും അച്ഛനെ സ്വപ്നം കാണുന്നു. അച്ഛൻ കരയുന്നത് പോലെയൊക്കെ കണ്ടു ഞാൻ ഞെട്ടി എഴുന്നേൽക്കുന്നു. എൻ്റെ ഭാര്യയും മോളും കൂടി ആരെയോ പോയി കണ്ടിരുന്നു എന്ന് നോക്കിക്കാൻ. അയാൾ പറയുന്നത് അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നില്ലേ മോളുടെ കല്യാണം ഇനിയും വെച്ച് താമസിപ്പിക്കാതെ അതങ്ങ് നടത്താനാണ്. ഇതിലൊന്നും വലിയ വിശ്വാസമുണ്ടായിട്ടല്ല. എന്നാലും അതുകൊണ്ട് മോൾക്കൊരു സമാധാനം കിട്ടുമെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. ഇത് പറയാനിരുന്നപ്പോഴാ അമ്മച്ചിക്ക് സുഖമില്ലാതായത്. അതിനെന്താ, വിവാഹം വേഗം നടത്തണമെങ്കിൽ വേഗം നടത്താം. ഞങ്ങൾക്ക് എത്രയും വേഗം നടത്തണമെന്ന് തന്നെയായിരുന്നു. പിന്നെ മോളുടെ മനസ്സൊന്ന് പാകപ്പെടുത്തുന്നത് വരെ ക്ഷമിക്കണമെന്ന് ഇവൻ പറഞ്ഞിട്ടാ. അടുത്ത് നിൽക്കുന്ന മാത്യുവിനെ നോക്കി വല്യമ്മച്ചി പറഞ്ഞു. മാത്യു, കേട്ടല്ലോ? അപ്പോൾ മോള് തന്നെ വിവാഹത്തിന് സമ്മതിച്ചിരിക്കുകയാണ്. ഇനിയും വെച്ച് താമസിപ്പിക്കണ്ട. ഉണ്ണി എന്നോട് പറഞ്ഞിരുന്നു അമ്മച്ചി. അമ്മച്ചി ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഉണ്ണിയോട് തന്നെ സംസാരിക്കാൻ ഞാനാ പറഞ്ഞത്. അപ്പോഴാണ് അകത്തേക്ക് ഹരിദാസും രാധികയും ദേവിയും കയറി വന്നത്. ആ, നിങ്ങളും എത്തിയോ? കല്യാണപ്പെണ്ണ് വല്യമ്മച്ചിക്ക് അടുത്തേക്കൊന്ന് വന്നേ. വല്യമ്മച്ചി വിളിച്ചതും ദേവി അവർക്കടുത്തേക്ക് ചെന്ന് നിന്ന് കയ്യിൽ പിടിച്ചു. ഇനിയിപ്പോൾ ഇവിടെ കല്യാണത്തിൻ്റെ ബഹളമായിരിക്കുമല്ലോ ദാസ. ദാസൻ സംശയത്തോടെ എല്ലാവരെയും നോക്കിയതും ഉണ്ണി പറഞ്ഞ വിവാഹത്തിൻ്റെ കാര്യം അവരോടും പറഞ്ഞു. നന്നായി മോളെ. രാധികയും കാർത്തുവിന് അരികിൽ വന്ന് നിന്ന് അവളെ സ്നേഹത്തോടെ ഒന്ന് തലോടി. കാർത്തു ദേവിയൊന്ന് നോക്കി. അവൾ തിരിച്ച് വിളറിയൊരു ചിരി കാർത്തുവിനും സമ്മാനിച്ചു. കുറേ നേരം വിശേഷങ്ങളൊക്കെ സംസാരിച്ചിരുന്നതിന് ശേഷം ഹരിദാസും കുടുംബവും പോകാനായി എഴുന്നേറ്റു. ദേവി. ഹരിദാസും രാധികയും എല്ലാവരോടും യാത്ര പറയുന്ന സമയത്ത് അല്പം നീങ്ങി നിന്നിരുന്ന ദേവിയെ കാർത്തുപോയി വിളിച്ചു. ദേവിക്കെന്താ എന്നെ കാണുമ്പോൾ ഒരു ചമ്മല്? അത് പിന്നെ ഒന്നുമില്ല ചേച്ചി. കാര്യമൊക്കെ എനിക്കറിയാം. കാർത്തു ദേവിക്കടുത്ത് വന്ന് നിന്ന് അവളുടെ 2 തോളിലും കൈവച്ചു. എനിക്ക് നീ എൻ്റെ നിഖിലേട്ടൻ പെങ്ങളുടെ സ്ഥാനത്ത് കാണുന്ന കുട്ടിയാണ്. എൻ്റെ അനിയത്തിയായിട്ടാ ഞാൻ നിന്നെ കാണുന്നത്. തിരിച്ച് നീയും എന്നെ ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് കാണണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ നമ്മൾ രണ്ടും ജീവിതത്തിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ പേരിൻ്റെ ഓർമ്മയിൽ ഒരിക്കലും മോളനെ കാണരുത്. അത് ഈ ചേച്ചിക്ക് ഇഷ്ടമല്ല. ഒരല്പം ശാസനയോടെയാണ് കാർത്തു അത് പറഞ്ഞതെങ്കിലും ദേവിക്ക് ഒരുപാട് സന്തോഷമായി. ഇത്രയും നാളും കാർത്തുവിനെ കാണുമ്പോൾ എങ്ങനെ സംസാരിച്ചു തുടങ്ങും, എങ്ങനെ ഇവളോട് ഇടപഴകുമെന്നൊക്കെ ഉണ്ടായിരുന്ന ഒരു ഭയം ഒറ്റ നിമിഷം കൊണ്ട് തീർന്നു. എന്താ രണ്ടും കൂടി ഇവിടെ ഒരു സംസാരം? അത് പിന്നെ ഞാൻ ചേച്ചിയോട് ചോദിക്കുകയായിരുന്നു, ഇത്ര പെട്ടെന്നൊരു കല്യാണമൊക്കെ വേണോന്ന്. ഒരു 2-3 വർഷം കൂടി കഴിഞ്ഞിട്ട് നിഖിലേട്ടനെ കുറച്ചുകൂടി ഉത്തരവാദിത്തമൊക്കെ വന്നതിന് ശേഷം പോരെ എന്ന്. അതെ, നീ പോയി വിച്ചുവിനോട് പറഞ്ഞാൽ മതി. 1 or 2 ഇനിയൊരു 10 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ നീ അവനെ കെട്ടിയാൽ മതി. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ തീരുമാനിച്ചോളാം, അല്ലേ മോളെ? അവൻ്റെ ചോദ്യം കേട്ടതും കാർത്തുവും ദേവിയും ഒന്നിച്ച് ചിരിച്ചുപോയി. എന്താ ദേവി കൊച്ചേ, ഇതുവരെ ഉറങ്ങിയില്ലേ? ദേവിയുടെ ഫോൺ വന്നതും അതെടുത്തുകൊണ്ട് ലാപ്പ് ഷട്ട് ഡൗൺ ചെയ്ത് ഒരു പില്ലോ എടുത്ത് കട്ടിലേക്ക് ചാഞ്ഞിരിഞ്ഞുകൊണ്ട് വിച്ചു ചോദിച്ചു. മാത്യു അങ്കിളിൻ്റെ വീട്ടിൽ പോയി വന്നപ്പോൾ വൈകി. അതുകൊണ്ട് ഭക്ഷണം ഇപ്പോഴാ കഴിച്ചത്. എന്നാ പിന്നെ ഇപ്പോൾ തന്നെ കിടന്നുറങ്ങണ്ട, കുറച്ചു നേരം കഴിയട്ടെ, അല്ലെങ്കിൽ ദഹിക്കത്തില്ല. ആട്ടെ, കൊച്ചു വെറുതെ വിളിച്ചതാണോ? ഞാൻ ചുമ്മാ ഓർമ്മ വന്നപ്പോൾ വിളിച്ചതാ. ആ, എന്നെയൊക്കെ ഓർക്കാറുണ്ടോ അപ്പോൾ? ഇടയ്ക്കല്ല, ഈ ആളെ ഞാൻ എപ്പോഴും ഓർക്കും. കേൾക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് നാളെ ഒരാളെ കാണാൻ പോകാനുണ്ട്. തിരക്കില്ലെങ്കിൽ ഏട്ടൻ കൂടി വരുമോ? ആരാണാവോ ആള്? അത് ഞാൻ പോകുന്ന വഴിക്ക് പറയാം. ഒറ്റയ്ക്ക് പോകാനൊരു ടെൻഷൻ. എങ്ങനെ സ്വീകരിക്കുമെന്ന് അറിയില്ലല്ലോ. എന്താണെങ്കിലും വഴക്കൊക്കെ ഉറപ്പാ.
കൂടെ ഒരാളുണ്ടെങ്കിൽ കേൾക്കുന്ന ചീത്ത അത്രയും കുറയല്ലോ എന്ന് ഓർത്തിട്ടാ. അത്രയ്ക്ക് പ്രശ്നക്കാരെയാണോ കാണാൻ പോകുന്നത്? അതൊക്കെ ഞാൻ പറയാം. വിച്ചുവേട്ടൻ വരുമോ എൻ്റെ കൂടെ? എൻ്റെ കൊച്ചു വിളിച്ചാൽ പിന്നെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. സമയം വിളിച്ചു പറഞ്ഞാൽ മതി, കൃത്യസമയത്ത് ഞാൻ അവിടെ എത്തിക്കോളാം. കുറച്ചു നേരം കൂടി സംസാരിച്ച് ദേവി ഫോൺ വെച്ചു. പിറ്റേ ദിവസം പറഞ്ഞ സമയത്ത് തന്നെ വിച്ചു എത്തി. പോകുന്ന വഴിക്ക് കാണാൻ പോകുന്ന ആളെക്കുറിച്ച് ദേവി അവന് പറഞ്ഞു കൊടുത്തു. ഇതാ വീട്. ദേവി പറഞ്ഞു കൊടുത്ത വീടിൻ്റെ ഗേറ്റിന് മുൻപിലായി വിച്ചു വണ്ടി നിർത്തി. എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? കോളിംഗ് ബെൽ അമർത്തിക്കൂടെ? വീടിൻ്റെ വാതിൽക്കൽ എത്തിയിട്ടും അനങ്ങാതെ നിൽക്കുന്ന ദേവിയോട് വിച്ചു ചോദിച്ചു. നമുക്ക് തിരിച്ചു പോയാലോ? ദേവി പിന്നെയും മടിച്ചു നിന്നു. ഈ കൊച്ചിൻ്റെ ഒരു കാര്യം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ തന്നെ കോളിംഗ് ബെൽ അമർത്തി. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതും വാതിൽ അവർക്ക് മുന്നിൽ തുറക്കപ്പെട്ടു. വാതിൽ തുറന്ന പെണ്ണിനെയും അവളുടെ അല്പം മുന്തിയ വയറിലേക്കും ദേവി ഒരു പകപ്പോടെ നോക്കി.